ഹലോ, അപ്പം നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ എളുപ്പത്തിലാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ കൈ കിട്ടിയ എല്ലാ പച്ചക്കറികളും ഞാനിങ്ങ് എടുത്തു. നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം. ഇതിലോട്ട് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളമില്ലാണ്ട് എങ്ങനെ വേവാനല്ലേ സാമ്പാറിലെ കഷ്ണങ്ങളല്ലേ. ഓക്കെ, അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടിയാണ് കേട്ടോ. അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് ഈ കഷ്ണങ്ങളൊന്നെല്ലാം നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിട്ട ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് കലങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് പരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് വേവിക്കാനും വെക്കാം കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ ആവശ്യത്തിന് സാമ്പാർ പൗഡറും അല്പം മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ നമുക്ക് ഈ എടുത്തു വെച്ചിരുന്ന പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പും ഒക്കെ ഓക്കെ ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിലൂടെ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടൈമിൽ ഞാനാണെങ്കിൽ ഈ പൊടികൾ വറുത്ത്, അതായത് ചെറുതായിട്ട് മൂപ്പിച്ച് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വേറൊരു കളറിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ എടുത്തേ. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്തു, ഞാനത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉലുവ ഇട്ടു, പിന്നെ കുഞ്ഞുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് മൂക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. കുഞ്ഞുള്ളിയുടെ മൂക്ക് നല്ല മണമുണ്ടല്ലോ. അതെ, അപ്പം നമ്മൾ താണ്ടെ ഈ റെഡിയായ സാമ്പാറിലോട്ട് നമ്മൾ ഈ കുഞ്ഞുള്ളിയൊക്കെ മൂപ്പിച്ചത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ സാമ്പാറാണ് കേട്ടോ.